ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിയ കാറായിട്ട് ഞങ്ങൾ ആദ്യ യാത്ര പോവുകയാണ്. യാത്ര എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ വീട്ടിലോട്ടാണ്. ചക്കരയുടെ കുട്ടിയുടെ ബർത്ത്ഡേ അന്നാണ് സിനുവിൻ്റെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നത്. അപ്പോൾ ഇപ്പച്ചനെ കാണാനോ ഇതാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടി എടുക്കലായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയ വണ്ടിയോട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അലേഹ ഡ്രസ്സൊക്കെ മാറ്റി പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഐബുവിന് നല്ല പനിയാണ് ഗൈസ്. അതായത് അവിടുന്ന് കൊല്ലത്തുനിന്ന് പോണ വരെ പനി ആർക്കും ഇല്ല. കൊല്ലത്തുനിന്ന് വരുമ്പോ ആർക്കൊക്കെ പനി? സൗഫിക്ക് പനിയല്ലേ? സൗഫിക്ക് പനി, സിനുവിന് പനി, കുട്ടിക്ക് പനി. പിന്നെ കഴിഞ്ഞ വീഡിയോയില് സിനു പനി വന്നപ്പോ വീഡിയോ ചോദിച്ചതാണ്, ഉമ്മാക്ക് കാറിൽ വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു. പനിയുള്ള കാര്യം ഓള് വണ്ടിയിൽ കയറുന്നവരെ ആർക്കും അറിയില്ല. ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. എനിക്കിങ്ങനെ സൂചന ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടിയിൽ കയറിയപ്പോൾ ആകെ ടയർഡായി. കുറച്ചുകൂടെ എത്തിയപ്പോൾ പിന്നെ ഹോസ്പിറ്റൽ കേസ്. പിന്നെ ഓൾറെഡി ഉമ്മാക്ക് ടിക്കറ്റ് എടുത്ത് ഉമ്മ അങ്ങോട്ട് വന്നിട്ട് തന്നെ ഉമ്മാക്കും പണി കഴിക്കണേ. ഓക്കെ, പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ബാക്കിൽ കടന്നു വരാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ എത്തിയെന്ന് വിചാരിച്ചപ്പോ ഉമ്മ പറയണേ ഞങ്ങളെ കൂടെ പോന്നാ മതിയായിരുന്നു. അതങ്ങനെ തോന്നുന്നു. അതായത് ഉമ്മാക്കുള്ള ടിക്കറ്റ് മുബാറക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടിക്കറ്റ് എടുത്തായിരുന്നു. പിന്നെ ഉമ്മാക്കൊരാഗ്രഹം മൂത്ത മകളുടെ കൂടെ ഒന്ന് കുറച്ചേരം യാത്ര ചെയ്യാന്നുള്ളത് അല്ലേ? എന്തെങ്കിലൊക്കെ അല്ലേ ഓരോ ക്രിസ്ത്യ കാലോട്ട് വയ്യാറ്റാണ്. അത് ഏത് ഐബുവിന്റെ കുപ്പായം നല്ല രസമുണ്ട് കേട്ടോ ഐബു. ഓക്കെ, അങ്ങനെ ഗായ്സ്, നമ്മള് ഗൾഫ് പെട്ടിയൊക്കെ തുറന്നിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ദുബായ് പെട്ടിയൊക്കെ തുറന്നിട്ടുണ്ടാവും. നമ്മൾ ഖത്തറിൽ പോയപ്പോ കണ്ടതാണ്. ഇപ്പൊ പിന്നെ ഇനിയിപ്പോ നാട്ടിലെത്തിയിട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, സിനുവിനെ കാത്ത് നിൽക്കാം. ഞങ്ങൾ ഇന്നലെ കാർ എടുത്തിട്ട് അങ്ങനെ പോണെന്ന് വിചാരിച്ച് നിൽക്കും. ഇതന്നെയല്ലേ ഇന്നലെ ഇട്ടത്. ഇത് മാറ്റണമൊന്നുമില്ലേ? മതിയോ? ആ സ്പ്രേ എടുക്ക്. ആ സ്പ്രേ എടുത്തിട്ട് വണ്ടിയിലേക്ക്. സ്പ്രേ അതിനില്ല, എനിക്ക് പുറത്തു പോകുമ്പോ ഒരു സ്മെല്ല് വേണ്ടേ. ആ പാലുകുപ്പി എടുത്തോളാം. ഈ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോ. ഇനി ഒരാഴ്ചക്കാണോ 2 ആഴ്ചക്കാണോ 10 മാസത്തിനാണോ? എടുത്തോ, സാധനം എടുത്തുവാ. ലീക്കൊന്നുമില്ല, നല്ല മണമല്ല, കൂൾ വാട്ടറാ. നല്ല നല്ല ബ്രാൻഡ് സാധന, കൂൾ വാട്ടറാണ്. കുറച്ച് തമ്പുരാനെ, നിങ്ങൾക്കൊന്നും നല്ലതും പറ്റൂല. അതൊന്നും പറിച്ച് തിന്നല്ലേ, വിഷാണെന്ന് പറയുന്നില്ലേ കമന്റില്? ഞാനാണെങ്കിൽ വിഷമുള്ള സാധനം മാത്രമേ ഫണ്ടിലും വെക്കുള്ളൂ. ഇന്ന് വരുമ്പോ പറിക്കണം കേട്ടോ. കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ കഴിഞ്ഞു ഗായ്സ്. ഇത് അതായത് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടായിരുന്നു ഡ്രസ്സ് വേണമെന്ന് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത്, ബാക്കി പീസും കൂടി ഉണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഒന്നും കൂടി വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് നമ്മളിത് സെല്ലാക്കുന്നതാവും അല്ലേ? അത്യാവശ്യം ആളുകൾ എടുത്തിട്ടുണ്ട്. എടുത്തോലെ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ എന്നുള്ളതൊക്കെ കേട്ടോ. ഇനി ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ തുന്നിയുടെ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ആളുകൾക്ക് ഇപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഇറക്കിയിട്ട് ഇതിന് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പം ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഇത് ഡയറക്റ്റ് നമ്മൾ ഇനി കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇനി എന്തായാലും ഇൻഷാ അല്ലാ പോരി, ആ പാല് കുടിച്ച് പോരി, അങ്ങോട്ട് പിടിച്ചിട്ട് പോരി ഗായ്സ്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ കാർ പോർച്ചിലെ അതിഥിനെ കാണാം. കുറച്ച് ദിവസം വണ്ടി ഞാൻ ഇപ്പോൾ രാവിലെ വന്നിട്ട് ഫുള്ള് തേച്ച് വയ്ക്കിട്ടോ. അതിമാ സ്വിച്ച് നിർത്തിക്കോ. അല്ലാ, ഇതങ്ങനെ ചവിട്ടിയിട്ട് കയറ്റി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അല്ലേഹാ. ചളിയാക്കി കഴിഞ്ഞാൽ ആ സാധനം ഞാൻ ആവശ്യമില്ല. ഈ സാധനങ്ങൾ അത് ഫ്രണ്ടിൽ ആവശ്യം വരില്ലേ? എൻ്റെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇവരെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരാം. എന്നിട്ട് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ഞാൻ തരാം. എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞിട്ടില്ല ഉമ്മല്ല ഇതൊക്കെ ആ കാല് കഴുകിയിട്ട് വാട്ടോ. എന്ത് എവിടെ പോയിട്ട് തെരഞ്ഞെടുത്ത് നടക്കങ്ങോട്ട് ഉമ്മ അമ്മ അങ്ങനെ വിളിച്ച ഞാൻ വിളിയാക്കുമാറ. പിന്നെ അവസാനം കൂട്ടി പൊറുതി കൂട്ടിയിട്ട് സിനു പോന്ന് വിളിച്ചു. ആ വിറ്റതല്ലേ ഇന്നലെ ഇതിനെ കാണാനല്ലേ ഗൈസ്. ടൊയോ വണ്ടി ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ഈ കുട്ടി ഒതുങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞ ഇതെന്തൊരു കുട്ടിയാണിത്.
ഒരു പെൺകുട്ടിയല്ലേ ഒന്നില്ലെങ്കിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എവിടെ വെച്ചാൽ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞേ. കാറ് സ്റ്റോപ്പല്ല, കാറ് ഷോപ്പ്. ഓക്കെ ഗായ്സ്, അപ്പം അങ്ങനെ നമ്മുടെ ഇതിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ചളിയാ വീണ് ഗൈസ് വണ്ടിയിൽ. അപ്പം എന്തായാലും പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, എന്നാ പോരെ കയറി പോവാ. അയ്യോ ടാറ്റാ ബൈ. അയ്യോന്റെ പനി മാറിയിരിക്കണോ? മാറിയിരിക്കണേ. ടാറ്റ പറയേ, മമ്മനോട് ടാറ്റ പറയേ. ഹേയ് ടാറ്റാ. അയ്യുണ്ടോ? അയ്യു ഇന്നലെ രാത്രി വരുമ്പോൾ ഉറങ്ങിയേനി. നമുക്ക് കാറ്, നിങ്ങൾക്ക് ഏത് കാറ് നല്ല സുഖമായിട്ട് തോന്നി? ഉള്ളിലിരിക്കാനൊക്കെ കാല് മുട്ടണമെന്നില്ലല്ലോ. എന്താ നീളം കണ്ടില്ല, അത്യാവശ്യം നീളമുണ്ട്. പക്ഷെ ഹൈറ്റാ വണ്ടി തോന്നുന്നുണ്ടല്ലേ? ഉയരാ വണ്ടിയാണ്, നീളം ഇത് കൂടും. അതുകൊണ്ട് ഇതിനൊക്കെ ഒടിച്ചു കയറാൻ ലേസം പണിയാണ്. ഫ്ലൈങ് കിസ് കൊടുക്ക്. ആ അമ്മച്ചി ഇവിടെ ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മുടെ യാത്ര എവിടെ എത്തി? ഒന്ന് മുണ്ടായിരിക്കാല്ലേ, വീഡിയോ എടുക്കട്ടെ ഞാൻ. എങ്ങനെ എവിടെ എത്തി ഗായ്സ്? നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട് പുതിയ കാറിൽ. അങ്ങനെ സിനുവിന്റെ വീട്ടിലേക്ക് സിനു മെയിൻ ആവാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അല്ലെങ്കിൽ എന്താ പറയുമ്പോഴാണ്ട് ഉപ്പാനെ കാണാൻ എനിക്ക് പൂതിയൊന്നുമില്ലേ? കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടിയുടെ അവസ്ഥ എന്തേ? ലാസ്റ്റാണ് കല്യാണം കഴിഞ്ഞൊക്കെ ലാസ്റ്റാണ് ഗൈസ്. വണ്ടി എടുക്കലാവുകൊണ്ടാണ്. ഞാൻ അല്ലെങ്കിൽ എല്ലാ പരിപാടിക്കും ആക്കലുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇത് നമ്മളൊക്കെ അരീക്കോടൊക്കെ കുറേ പുരോഗമിച്ചു കേട്ടോ. ഹോസ്പിറ്റലും സ്റ്റുഡിയോവും. ഞാൻ വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഒരു പട്ടിക്കാടായിരുന്നു ഇവിടെ. ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ നമ്മളെ നാടന്നെ നേരാകത്തുള്ളൂ. മക്കളെ അങ്ങനെ അലേന ഇനി ഇവിടെ ആക്കിയിട്ട് പോകണം. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്, ഒരു അവ കൊടുക്കുക എല്ലാവർക്കും. യെസ്. അങ്ങനെ ഗായ്സ് നമ്മളിവിടെ എത്തി. സിനുവിനൊക്കെ ഇവിടെ ആക്കി. മഴ കൊണ്ട് അത്ര മുടി ഇങ്ങനെ. അപ്പം എന്തായാലും വരിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സിനുവിനി മക്കളെയൊക്കെ വീട്ടിലാക്കി ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി തന്നെ പോകുന്നു. ഇത് പിറ്റേ ദിവസം എടുക്കുന്ന വ്ളോഗ് കേട്ടോ ഗൈസ്. നല്ല മഴയായിരുന്നു. ജിമ്മിനൊക്കെ പോയി വന്ന് വണ്ടി ഇപ്പോൾ കഴുകല പണി. കറുത്ത വണ്ടി ആവുകൊണ്ട് ഫുൾ ചളിയാണ് ഗൈസ്. കാരണം നേരെ എടുത്ത് കാണിക്കുന്നുണ്ട് അതിൽ ചളി. ആ ഒരു കുറവുണ്ട് കേട്ടോ. മറ്റേ എൻ്റെ റെഡ് വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, വല്ലാതെ ഒന്നും ചളി അറിയുന്നില്ല. പക്ഷെ ഇത് കറുപ്പാവുകൊണ്ട് ചളി നേരെ എടുത്ത് കാണുന്നുണ്ട്. പിന്നെ പുതിയ വണ്ടിയല്ലേ, ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ ഇത് എന്താ ഇതിൻ്റെ കോലം ഇങ്ങനെ ഇരിക്കണമെന്ന് പറയും. അപ്പോൾ രാവിലെ വന്ന് വണ്ടി കഴുകല അപ്പോൾ പണി. ഓക്കെ, എന്തായാലും വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഒരാൾ നനച്ചുള്ളിപ്പാനി എടുക്കുകയാണ്. നനച്ചുള്ളിപ്പാനി ഇങ്ങോട്ട് ഞാൻ കാണിച്ചാൽ ഇതാ നനച്ചുള്ളിപ്പാനി എടുക്കാം. മൊത്തം സാധനം അടിച്ചു പോയി. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ എലി കൊണ്ടിടുന്നുണ്ടോ? ആ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടാളി. നാറിനല്ല, ഇത് നിങ്ങൾ ഇവിടെ തിന്നാൻ കൊടുത്തിട്ടാണ് നാറിന്. ഇതൊക്കെ ഇവിടെ ഇതൊക്കെ അലേന്റെ പണി, അലേന്റെ ഉമ്മാന്റെയും പണി കേട്ടോ ഗൈസ്. പിന്നെ ആരുടെ? എന്റെ കുട്ടികളെ ഇതൊക്കെ മൂത്രയിച്ചിട്ടാണ്. ഇനിയിപ്പോ ഇതൊക്കെ കൊണ്ടുപോയി വെയിലത്തിട്ട് ഒന്ന് വാഷ് ചെയ്യണം. അപ്പൊ ഈ സാധനം കൊണ്ടുപോയിട്ടൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ മഴ കാരണമാണ്. ഞാൻ ഇന്നോ നാളെയൊക്കെ പോയിട്ടൊന്നത് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഇടണം. ഇതൊന്ന് കുറച്ചു നേരം വെയിലത്ത് വെച്ചാൽ ഒരു മണം പോകും കേട്ടോ. മണമുണ്ട്. മണം എന്നാലും എനിക്ക് ആ മൂത്രത്തിന്റെ മണമുള്ളത്. ഇത് ലിവിങ് ഏരിയ ആണ്. ഇത് ആൾക്കാർ വന്നിരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ വൃത്തിയിൽ കൊണ്ടുനടക്കണം. വേറെ അടുക്കളയൊക്കെ പിന്നെ നമ്മൾ പണിയെടുക്കണമെന്ന് വെക്കാം. മക്കളും കുട്ടികളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആരുണ്ടാവുമ്പോ അതെന്തേ? ആ കുട്ടികൾ സൂചിയോ കിടക്കുന്ന അവിടെ. അങ്ങനെ ഗൈസ് നമ്മളെ പണികള് ഇവിടെ എന്താ ഇവിടെയൊക്കെ എന്താ? ഇതൊക്കെ എൻ്റെ കുട്ടിയുടെ കളിപ്പാട്ട ഗൈസ്. ഇതൊക്കെ ഞാൻ ഒരു ഗിവ് അവേ വെക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ. ഇന്നലെ വണ്ടി എടുത്ത വ്ളോഗിൽ എല്ലാ കമൻറ്റും എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ടവന് വീട് വെച്ചെടുത്തൂടെ എന്നുള്ളതാണ്. മക്കളെ അത് ലോണാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഞാൻ ലോൺ അടക്കണ്ടേ? അങ്ങനെയല്ല, നമ്മൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സമയം വരുമ്പോൾ നമ്മളതൊക്കെ ചെയ്യും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ മാത്രമേ ഇപ്പം നമുക്ക് പറ്റുന്നുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മളെല്ലാവർക്കും ചെയ്യലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും പുസ്തകമാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കലുണ്ട്. ഒക്കെ വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. എല്ലാവരെയും സഹായിക്കാൻ നമ്മളായിട്ടില്ല കാര്യം. ആവും ഇൻഷാ അല്ലാഹ് അല്ലേ, ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്കൊക്കെ ചെയ്യുക. ആരും മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെയും കൊണ്ട് ഒതുങ്ങുന്ന സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ ആർഭാടമായിട്ട് 10ഉം 12ഉം കാറും 10ഉം 12ഉം വണ്ടിയൊന്നും നമ്മളുള്ള ഉള്ള കാറ് വിറ്റ് അടുത്ത കാറ് വാങ്ങി, അല്ലാതെ ഈ കാറിൻ്റെ മേലെ വേറൊരു കാറ് വാങ്ങുക, വേറൊരു ഇതാക്കുക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒന്നാണെന്നുണ്ടെങ്കിൽ ആ ഒന്ന് വൃത്തിക്ക് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം. ഇനി ഒരു പരിപാടിയും കൂടി വരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നെന്തായാലും ഇത്രേ ഉള്ളൂ. കാറിൻ്റെ വീഡിയോ എടുക്കണ്ടേ? ആദ്യം പെരപ്പണി കഴിഞ്ഞോട്ടെ അല്ലേ. എന്നാൽ കാറിൻ്റെ വീഡിയോ ഗൈസ് നാളെ എടുത്തുതരാം. ഇന്നെന്തായാലും ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് എല്ലാവർക്കും പനി കേട്ടോ. സിനുവിൻ്റെ തൊള്ളയിലൊക്കെ ഫുള്ള് മുറി അയക്കണേ. അന്നാ കുടിയിരിക്കണതിൻ്റെ ടൈമിൽ ഇതേമാതിരി കൊടുക്കണ്ടായിരുന്നു. പനിച്ചൂട് ഫുള്ള് മുറി. ഇന്നലെ ഒന്നും കുഴപ്പമില്ല, ഇന്നലെ ഫുള്ള് മുറി. അലനും നല്ല പനിയാണ്. അലയക്കും ഇതുവരെ വന്നിട്ടില്ല. അലയക്കും വരണ്ടിയാണ്. ഓന് വന്നു കഴിഞ്ഞാൽ ഓൾക്ക് വരല്, ആദ്യം ഓൾക്ക വരല്, എന്നിട്ടാണ് ഓന് പിടിക്കല്. ഓക്കെ, അപ്പം അന്ന് പരിപാടി എടുത്ത സോഫിക്ക് പനി ഒച്ചന്നല്ല, ആർക്കോ ഒരാൾക്ക് അവിടെ വൈറൽ ഫീവർ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും പനിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാലാവസ്ഥ അങ്ങനെയാണ് ഗൈസ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി ഈ കിച്ചണിലൊക്കെ ഇതുണ്ടോ എല്ലാം ഉമ്മ അടിച്ചൊരു വൃത്തിയാക്കി റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ തുടപ്പിൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നില്ല, അതൊന്ന് ഞാൻ തുടച്ച് നോക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരം വെയിലിപ്പം ഉണ്ട്, കുറച്ച് നേരം ഒന്ന് വെയിലത്തിട്ടാ ആ സ്മെല്ല് പോകും. ഞാൻ തന്നെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചോണ്ട് ഞാൻ ഇപ്പോൾ പോകില്ല, കുറച്ച് കഴിഞ്ഞേ പോകുള്ളൂ, കുറച്ച് പണികളുണ്ട്. സോഫയൊക്കെ പുറത്തെടുത്ത് ഒന്ന് ഉണങ്ങാൻ ഇട്ടിരിക്കുകയാണ്. സോഫ തലയണ ഒക്കെ ഒന്ന് തേച്ചൊരച്ച്, അതെ ആ പുള്ളൊക്കെ എടുത്ത് വെക്കും, തേച്ചൊരച്ച് കഴുകി. ഇതിലൊക്കെ ഇതിലേറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? നിങ്ങളുടെ വെള്ള മുടി. ഞാൻ അങ്ങടെ തന്നെയെന്ന് കൺഫേം ആയത് നിങ്ങളുടെ മുടിയുടെ കളർ കണ്ടിട്ടോ, ഫുള്ള് വെള്ള മുടിയാ. എത്ര മുടി കണ്ടമാനം മുടി മൊത്തം പൂർത്തിയായില്ലേ? ഞാൻ മൊത്തം കഴുകി തുടച്ച് ആ സ്പ്രേയും കൊണ്ട് ഇട്ട് വലിച്ച് പൊടിയൊക്കെ തട്ടി ഉള്ള മുടിയൊക്കെ പോയപ്പോൾ വൃത്തിയായി. ഇനി അവിടെ നിന്നിട്ട് തിന്നാൻ കൊടുക്കണം കേട്ടോ. ലിവിങ്ങിലല്ലാതെ നിങ്ങൾക്ക് ടി വി വേണമെങ്കിൽ മുകളിൽ വെച്ചറിയാണ്. പോരി ഇതൊക്കെ പെര ഉണ്ടാക്കാനല്ല പണി, ഇതൊക്കെ കൊണ്ടെടുക്കാനാ പണി. മാറാറ് പിടിച്ചിട്ട് നോക്കാം. ഇതൊക്കെ കാണാൻ മോഡലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പണിയെടുക്കാൻ ഭയങ്കര പണിയാണ് കഴിച്ചു. ഇതൊക്കെ ഒന്ന് തട്ടട്ടെ. അങ്ങനെ ഇന്നത്തെ പണികൾ ഇങ്ങനെയൊക്കെയാണ്. വെയിൽ ഇപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണേ. ഇവിടെ അങ്ങനെ നിർത്തിയിടണം, സോക്കേസിലിടണ മാതിരി. പുറത്തേക്ക് ഇറങ്ങിയാൽ ചളിയായി.